യുദ്ധങ്ങളെന്നാൽ പഴയ കാലത്ത് ഈ നേർക്ക് നേർ ഉള്ള യുദ്ധമായിരുന്നു. കാലാൾപ്പടയ്ക്കായിരുന്നു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നത്. മനുഷ്യർ പരസ്പരം ഏറ്റുമുട്ടുക, അതുകൊണ്ട് തന്നെ വലിയ ആൾനാശവും ഉണ്ടായിരുന്നു. പിന്നീട് ആ യുദ്ധത്തിൻ്റെ സ്വഭാവം അങ്ങ് മാറി. ഇപ്പോൾ ആകാശമാർഗം ആണ് യുദ്ധം പ്രധാനമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് ഈ ആകാശ യുദ്ധം എന്ന് പറഞ്ഞാൽ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചോ റോക്കറ്റുകളോ മിസൈലുകളോ ഒക്കെ ഉപയോഗിച്ചാണ് യുദ്ധം നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിന് രണ്ടിനും ഒരു കുഴപ്പമുണ്ട്. ഈ റോക്കറ്റുകളും മിസൈലുകളും അല്ലെങ്കിൽ വിമാനങ്ങൾ തന്നെ അത് തകർക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ റോക്കറ്റുകളും മിസൈലുകളും തൊടുത്തു വിടുന്നു എന്നതുപോലെ തന്നെ അതിന് ഭാരിച്ച സാമ്പത്തിക ചെലവുമുണ്ട്. ഈ ഫൈറ്റർ ജെറ്റുകളാണെങ്കിൽ ഒരു പക്ഷേ അത് നിയന്ത്രിക്കുന്ന പൈലറ്റിൻ്റെ ജീവൻ തന്നെ അപകടപ്പെടുത്തിക്കൊണ്ടാണ് അത്തരം ദൗത്യങ്ങളിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഡ്രോണുകളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇപ്പോൾ ആധുനിക കാലത്ത് നടക്കുന്ന യുദ്ധങ്ങൾ സംഘർഷങ്ങളിലെല്ലാം തന്നെ ഡ്രോണുകൾ വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതിപ്പോൾ ആക്രമണം നടത്തണം എന്നതിന് വേണ്ടി മാത്രമല്ല, നിരീക്ഷണത്തിന് വേണ്ടിയിട്ടോ മറ്റു പല നിർണായക ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഡ്രോണുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു സുപ്രധാനമായ വാർത്ത ഈ ഡ്രോണുകളുമായി ബന്ധപ്പെട്ടിപ്പോൾ വന്നിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഡ്രോൺ കരസേന ഉപയോഗിക്കാറുണ്ട് നിരീക്ഷണത്തിനും ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ട്. നാവികസേന ഉപയോഗിക്കാറുണ്ട് കപ്പലുകളിൽ നിന്ന് പറന്നുയർന്ന് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ തവളയെ പോലെ ഒരേ സമയം കരയിലും വെള്ളത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവിയാണല്ലോ തവള. അപ്പോൾ അതേപോലെ ഒരേ സമയം കരയിലും വെള്ളത്തിനടിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ള ഡ്രോൺ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. അതും ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇത് നിർവഹിച്ചത്. അങ്ങനെ ഈ ഒരു ആംഫിബിയസ് ഡ്രോൺ, അതിൻ്റെ പേരും ഒരു കൗതുകരമായ പേരാണ് കൊടുത്തിരിക്കുന്നത്. അവതാർ എന്നാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ കമ്പനിയുടെ പേര് അക്വാ എയർ എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഡ്രോൺ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഡ്രോൺ വികസിപ്പിച്ചെടുത്ത 2 പേർ, അവർ ഒന്ന് ഗൗതമി, ഒന്ന് ജിതേന്ദ്രകുമാർ. ഇവർ ബാംഗ്ലൂരിലുള്ള നീട്ടെ മീനാക്ഷി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന സ്ഥലത്ത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായിരുന്നു. അപ്പോൾ അവരുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയ ഒരു പദ്ധതി അത് വികസിപ്പിച്ച് ഇപ്പോൾ ഒരു ഡ്രോൺ ഒരേ സമയം കരയിലും അതേസമയം വെള്ളത്തിനടിയിലും ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് അവർ വികസിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും നിർണായക സംഗതി. അപ്പോൾ ഇതൊരു കൗതുകകരമായ ഒരു ആശയമാണ്. അപ്പോൾ അങ്ങനെ ഒരു കൗതുകകരമായ ആശയത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ സേനകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു അവസ്ഥയിലേക്ക് അതിനെ വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നിർണായക സംഗതി. അപ്പോൾ ഈ ഡ്രോൺ ഏതാണ്ട് 10 കിലോ വരെ ഭാരം വഹിക്കാൻ ഈ ഡ്രോണിന് സാധിക്കും. 145 ഇത്രയും ഭാരം വഹിച്ചുകൊണ്ട് 145 കിലോമീറ്റർ വരെ ദൂരം ഈ ഡ്രോണിന് സഞ്ചരിക്കാൻ പറ്റും. 5 മണിക്കൂർ തുടർച്ചയായിട്ട് പ്രവർത്തിക്കാനും ഈ ഡ്രോണിന് സാധിക്കും. അപ്പോൾ ഈ ഡ്രോണിൻ്റെ പ്രവർത്തന ക്ഷമതയിൽ നമ്മുടെ നാവികസേനയും അതേപോലെ മറ്റ് സേനാ വിഭാഗങ്ങളുമെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തേണ്ട എല്ലാവരും തന്നെ തൃപ്തി രേഖപ്പെടുത്തുകയും നാവികസേനയിൽ ഇത് ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയുമാണ് നിലവിൽ. അത് വലിയ താമസമില്ലാണ്ട് നാവികസേന ഈ ഡ്രോൺ ഏറ്റെടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് കേവലം ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരു ആക്രമണം നടത്താൻ വേണ്ടി മാത്രം ഒരു ആയുധമായിട്ട് മാത്രമല്ല ഈ പറയുന്ന ഡ്രോൺ ഒരേ സമയം കരയിലും വെള്ളത്തിനടിയിലും ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ മത്സ്യസമ്പത്തുകളുടെ നിരീക്ഷണത്തിന് പ്രയോജനപ്പെടുത്താം. എണ്ണപ്പാടങ്ങളുണ്ടല്ലോ, ഇപ്പോൾ കടൽ തീരത്തൊക്കെയുള്ള എണ്ണപ്പാടങ്ങളുടെ സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റ് നിരീക്ഷണത്തിനും മറ്റുമായിട്ട് ഈ ഡ്രോൺ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അപ്പോൾ എങ്ങനെ ഈ 2 ചെറുപ്പക്കാർ അവർ വിദ്യാർത്ഥികളായിരുന്നപ്പോൾ അവരിൽ ഉദിച്ച ഒരു ആശയം എങ്ങനെ ഇത്രയും വലിയൊരു സംരംഭമായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പ്രത്യേകം പരിശോധിക്കേണ്ട സംഗതിയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ എണ്ണപ്പാടങ്ങളിലടക്കം നിരീക്ഷണം ഈ ഡ്രോൺ ഉപയോഗിച്ച് നടത്താൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഡ്രോൺ ഉപയോഗിച്ച് അത്തരം നിരീക്ഷണങ്ങൾ സാധ്യമാക്കുകയാണെങ്കിൽ നിലവിലുള്ള നിരീക്ഷണത്തിനായി മുടക്കുന്ന തുകയുടെ 70% ലാഭിക്കാനും സാധിക്കും. അപ്പോൾ ഇവരുടെ ആശയം എങ്ങനെ ഇത്ര വലിയ ഒരു സംഗതിയായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡെക്സ് എന്ന് പറയുന്ന ഇന്നൊവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ് എന്ന് പറയുന്ന നമ്മുടെ പ്രതിരോധ മന്ത്രാലയം ഭാരത സർക്കാർ മുന്നോട്ട് വെച്ച ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതിயின் കീഴിൽ 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ഒരു ആശയം അതാണ് ഈ പറയുന്ന ഒരു പരിപാടിയിലേക്ക് പോയത്. നമ്മുടെ സേനകൾക്ക് ആവശ്യമായ നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രംഗത്ത് താല്പര്യമുള്ള
സംരംഭകരെയും അല്ലെങ്കിൽ എഞ്ചിനീയർമാർ, ഈ നമ്മൾ ഈ സ്കൂളുകളിലെ ശാസ്ത്ര എക്സിബിഷനുകളിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ചില കണ്ടുപിടുത്തങ്ങൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അതേപോലെ നമ്മുടെ പ്രതിരോധ രംഗത്ത് ആവശ്യപ്പെടാവുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഇത്തരം നൂതന കണ്ടുപിടുത്തങ്ങൾ ഉണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാനുള്ള ഒരു വേദി എന്ന നിലയിലാണ് ഈ ഐഡെക്സ് ഇന്നോവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ് എന്ന ഒരു പരിപാടി അവതരിപ്പിച്ചത്. അപ്പോൾ അതിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ 2 സംരംഭകർ ഈ അവതാർ ഡ്രോൺ തയ്യാറാക്കിയത്. അവർ പറയുന്നത് ശരിയാണെങ്കിൽ ഒരു 6 മുതൽ 8 മാസത്തിനുള്ളിൽ ഈ ഡ്രോൺ അവർക്ക് പൂർണ്ണ സജ്ജമാക്കി നമ്മുടെ സേനയ്ക്ക് കൈമാറാൻ സാധിക്കും എന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട്. ഇനി ഈ ഐഡെക്സ് എന്ന് പറയുന്ന സംഗതി, അതിൽ നമ്മുടെ ഡിഫൻസ് ഇന്നോവേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന DRDO, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, അങ്ങനെ ഈ 3 ഏജൻസികൾ നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കുന്നതിൽ പങ്കാളികളാകുന്ന 3 കമ്പനികളാണ്. അപ്പോൾ ഈ 3 കമ്പനികളുടെയും കൂടി സംയുക്ത സംരംഭം എന്ന രീതിയിൽ ഡിഫൻസ് ഇന്നോവേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കുന്നു. ഇത് പ്രകാരം അവർ ഡിഫൻസ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് ചലഞ്ച് എന്ന പേരിൽ ഒരു മത്സരം പോലെ സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഈ ചലഞ്ചിൽ വിവിധ സേനകൾക്ക് അവർ നിലവിൽ അഭിമുഖീകരിക്കുന്ന സാങ്കേതിക വെല്ലുവിളികൾ അതിനെക്കുറിച്ച് പരാമർശിക്കുകയും ആ വെല്ലുവിളികൾ പരിഹരിക്കാൻ പര്യാപ്തമായ കണ്ടുപിടുത്തങ്ങളുണ്ടോ എന്നുള്ളൊരു അന്വേഷണം അവർ നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇതനുസരിച്ച് ഏതൊക്കെ സേനയ്ക്ക് എന്തൊക്കെ സംവിധാനങ്ങളാണ് ആവശ്യമുണ്ടത് എന്ന് മനസ്സിലാക്കി ഈ ഐഡെക്സ് ഇന്നോവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസിൽ പങ്കാളികളായ സ്റ്റാർട്ടപ്പുകളോ എഞ്ചിനീയർമാരോ അവരുടെ കണ്ടുപിടുത്തങ്ങൾ അവതരിപ്പിക്കുന്നു. സേനകൾ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഇത്തരം ഉപകരണങ്ങൾ അതിൻ്റെ കൂടുതൽ വികാസം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി നടപ്പിലാക്കിയ ശേഷം അത് ഒരു പൂർണ്ണ സജ്ജമായ ആയുധമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സംരംഭത്തെ നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം പരീക്ഷണങ്ങൾക്കും അല്ലെങ്കിൽ അതിന് കൂടുതൽ ഗവേഷണം ആവശ്യമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായവും ഗ്രാൻറ്റും ഈ പറയുന്ന ഡിഫൻസ് ഇന്നോവേഷൻ ഓർഗനൈസേഷൻ വഴി ആ പറയുന്ന സംരംഭകർക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് കൺസേണുകളാണെങ്കിൽ അവർക്ക് നൽകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ രാജ്യത്ത് 400-ലധികം സ്റ്റാർട്ടപ്പുകൾ ഇത്തരത്തിലുള്ള പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കുന്നതിന് വേണ്ടി നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. നിലവിൽ ഇത്തരത്തിലുള്ള 26 ഉൽപ്പന്നങ്ങൾ ഇതിനോടകം തന്നെ വിവിധ സേനകൾക്ക് കൈമാറി 43 എണ്ണം അനുമതി നൽകിയിട്ടുമുണ്ട്. അതിൽ 26 ഇതിനോടകം കൈമാറി 43 ഉപകരണങ്ങൾക്ക് അല്ലെങ്കിൽ സാങ്കേതിക സംവിധാനങ്ങൾക്ക് നമ്മൾ വിവിധ സേനാ മന്ത്രാലയങ്ങൾ അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ആൻറ്റി ഡ്രോൺ സിസ്റ്റം. അതാണിപ്പോൾ നമ്മുടെ സേനകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. ഈ യുദ്ധരംഗത്ത് ഈ ഡ്രോണുകൾ എന്ന് പറയുന്നത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു യുദ്ധ ഉപകരണം എന്ന രീതിയിൽ അതിനെ നേരിടുക. പല ഡ്രോണുകളും ചിലപ്പോൾ റഡാറുകളിൽ കണ്ണിൽ പെട്ടു എന്ന് വരില്ല. അപ്പോൾ ആ ഡ്രോണുകളെയൊക്കെ തുരത്തുക എന്നുള്ള സംഗതിയിൽ ഇത്തരം സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് പുതിയ സംരംഭങ്ങൾ നമ്മൾ ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ച് അവർ നമ്മുടെ രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടാകുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ ഇത്തരം നൂതനമായ സങ്കീർണമായ സാങ്കേതിക സംവിധാനങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുക എന്നുള്ളതായിരുന്നു കാലാകാലങ്ങളായിട്ട് നമ്മൾ അനുഷ്ഠിച്ചിരുന്ന ഒരു രീതി. അപ്പോൾ ഇപ്പോൾ ഇത്തരം പുതിയ സംരംഭകർ നമ്മുടെ രാജ്യത്ത് തന്നെ ഉദയം ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അത് രാജ്യത്ത് സാമ്പത്തിക ചെലവ് വളരെ രീതിയിൽ കുറയും. പിന്നെ ഇത്തരം സാങ്കേതിക വിദ്യകൾക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കണം എന്നുള്ള അല്ലെങ്കിൽ അവരുടെ വിധേയരായി നിൽക്കണം എന്നുള്ള ഒരു കടമ്പയും കൂടി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനമായ സംഗതി ഇത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയ വിദേശ നാണയം നേടിത്തരുന്ന രീതിയിലും ഇത്തരം സാങ്കേതികങ്ങൾ ഉപകാരപ്പെടും. ഇത് ഒരു ഉപകരണം വികസിപ്പിച്ചെടുത്താൽ തീർച്ചയായിട്ടും അത് അതിൻ്റെ കയറ്റുമതി സാധ്യതകൾ കൂടി നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഈ പ്രതിരോധ രംഗത്ത് സ്വകാര്യ സംരംഭകരെ ഉൾപ്പെടുത്തുക എന്നുള്ള കൃത്യമായ നയപരമായ തീരുമാനം ഉണ്ടായതിനു ശേഷമാണ് ഇത്തരം പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പുതിയ സംരംഭകർ ഈ രംഗത്തേക്ക് വരുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. മുൻകാലങ്ങളിൽ ഇതെല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമായി തീരെഴുതിയ ഒരു സംഗതിയായിരുന്നു. അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട്. കാര്യം പ്രതിരോധ രംഗം എന്ന് പറയുന്ന അത്യാവശ്യം രഹസ്യ സ്വഭാവം ഉള്ളതാണ്, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന സംഗതികളാണ്. അപ്പോൾ സ്വകാര്യ സംരംഭകരെ അതിൽ പങ്കാളികളാക്കിയാൽ ഉണ്ടാകാവുന്ന
സുരക്ഷാ പ്രശ്നങ്ങളും ആശങ്കകളും മറ്റുമൊക്കെ ആയിരുന്നു ആ ഒരു ചിന്ത മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി കുറെ കൂടി നമ്മൾ ഈ സ്വകാര്യ സംരംഭകരെയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ രംഗത്തേക്ക് കടന്നു വരുന്നവരെയോ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ കൂടി രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഭാഗമാക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ അവതാർ പോലെ ഒരേ സമയം കരയിലും വെള്ളത്തിനടിയിലും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഡ്രോണുകൾ പോലെയുള്ള വിദേശ രാജ്യങ്ങളെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ രാജ്യത്ത് സാധ്യമാക്കാൻ കാരണമായത്.